മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയധികം കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് ആ വീട് വിട്ടുപോയ ഒരു കണ്ടസ്റ്റന്റ് വേറെ ഉണ്ടോ എന്ന സംശയമാണ്. അത്രമാത്രം നിലവിളിയോടുകൂടിയായിരുന്നു ജാൻമണി ഇന്ന് ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞത്. ലാലേട്ടനൊപ്പം ആ വേദിയിൽ നിൽക്കുന്ന സമയത്ത് ജാൻമണി പറഞ്ഞ ആ പല വാക്കുകളും സമൂഹം ഏത് രീതിയിലാണ് ഏറ്റെടുത്തത്, അതൊക്കെ സമൂഹത്തിന്റെ വിവിധ കോണുകളിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള മനുഷ്യർ എത്രത്തോളം ആഘോഷമാക്കി മാറ്റി ഇതെല്ലാം കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു കൃത്യമായ സൂചന കൂടി അതിൻ്റെ പിൻപിലുണ്ടായിരുന്നു. ജാൻമണിയെ തോളിലേറ്റിയവരാണ് മലയാളി പ്രേക്ഷകർ. പക്ഷെ എന്തുകൊണ്ട് ജാൻമണിയെ അവർ ഒറ്റ ദിവസം കൊണ്ട് കൈവിട്ട് കളഞ്ഞു? അതിനുള്ള കാരണവും ജാൻമണി തന്നെയാണ്. തൻ്റെ വായിൽ നിന്ന് കൂടെ വന്നുകൊണ്ടിരുന്ന ശാപവാക്കുകൾ, അതിനെതിരായി കൃത്യമായിട്ടുള്ള ഓരോ സൂചനകളും ഓരോ പണിഷ്മെൻറ്റുകളും ബിഗ് ബോസ് കൊടുത്തിട്ടും വീണ്ടും അത് തന്നെ ആവർത്തിക്കുക, തനിക്കെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ അവരെ ആക്രമിക്കുക, ഇത്തരത്തിലൊക്കെയുള്ള മുൻപോട്ടുള്ള നീക്കങ്ങൾ ഒരു തരത്തിലും വെച്ചു പൊറുപ്പിക്കുവാൻ മലയാളി പ്രേക്ഷകർക്ക് കഴിയില്ലായിരുന്നു. അതെ, ജാൻമണി കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണിരിക്കുന്നു. ക്ഷിപ്രകോപിയായിരുന്നു ജാൻമണി. പെട്ടെന്നാണ് പൊട്ടിത്തെറിക്കുന്നത്. അലുമിനിയം പാത്രം പോലെയാണ്, വേഗത്തിൽ ചൂടാവുകയും പെട്ടെന്നങ്ങ് തണുക്കുകയും ചെയ്യും. പക്ഷേ ഈ ചൂടാകലിൻ്റെയും തണുക്കലിൻ്റെയും ഇടയിലുള്ള ചില മിനിറ്റുകൾ എന്തൊക്കെയാണ് പറയുക, എന്തൊക്കെയാണ് പ്രവർത്തിച്ചു കൂട്ടുക, ഇതൊന്നും ആർക്കും തന്നെ പ്രവചിക്കുവാൻ കഴിയില്ല. അതായിരുന്നു ജാൻമണി. ഇടയിൽ ആ വീട്ടുകാരുമായുണ്ടായ പ്രശ്നത്തിനിടയിൽ എനിക്കിപ്പോൾ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് അവിടെ വലിയ ബഹളമുണ്ടാക്കിയ ജാൻമണി ഇപ്പോൾ വീട്ടിൽ പോകണ്ട, ജാൻമണിക്ക് പുറത്തിറങ്ങുകയേ വേണ്ട, ആ വീട്ടിൽ നിന്നും പുറത്തു പോകുവാൻ ഒട്ടും താല്പര്യമില്ലാത്ത അവസ്ഥയിൽ പദംപുറുക്കി കരയുകയാണ്, നിലവിളിക്കുകയാണ്. ലാലേട്ടൻ്റെ മാർവിലേക്ക് ചാഞ്ഞുകൊണ്ട് ഒന്നുകൂടി മടക്കി അയക്കാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ കേണപേക്ഷിക്കുന്ന പൊട്ടിക്കരയുന്ന ജാൻമണിയാണ് ഇന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ആക്ടിവിറ്റി റൂമിലേക്ക് ഇന്ന് എല്ലാവരും നടന്നു പോകുന്നത് എന്തും നേരിടുവാനുള്ള ധൈര്യത്തോടു കൂടിയായിരുന്നു. പക്ഷേ ജാൻമണിയുടെ ഹൃദയത്തിൽ ഏകദേശം ഒരു ഉറപ്പുണ്ടായിരുന്നു, തനിക്ക് തന്നെയായിരിക്കും ഇന്ന് നറുക്കു വീഴുവാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ തൻ്റെ പാദം ഇടറുന്നുണ്ടായിരുന്നു ആ നടന്നു പോക്കിനിടയിൽ. സേഫായി മടങ്ങിയെത്തിയ ഒന്ന് രണ്ട് ആൾക്കാരെ കെട്ടിപ്പിടിച്ചിട്ട് പ്രൈ ഫോർ മീ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ആ മുറിക്കകത്തേക്ക് പോയിരുന്നിട്ടും ജാൻമണി പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷേ ജാൻമണിയുടെ പ്രാർത്ഥനകൾക്ക് ബിഗ് ബോസ് ദൈവങ്ങൾ മറുപടി നൽകിയില്ല. ഇതോടെ മലയാളം ബിഗ് ബോസിലെ നല്ല ഒരു എൻ്റർടൈനർ, അതെ, മലയാളി പ്രേക്ഷകർ തോളിലേറ്റിയ, നെഞ്ചോട് ചേർത്ത് പിടിച്ച നല്ലൊരു എൻ്റർടൈനർ ഇന്ന് പുറത്തു പോവുകയാണ്, കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ.